ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് CPM-ൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫണ്ട് പിരിവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും അവർ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. കെ കരുണാകരൻ്റെ ട്രസ്റ്റിനെ സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങളുണ്ട്. പക്ഷേ CPM അങ്ങനെയല്ല. അവർ ഫണ്ട് പിരിക്കുകയും ആ ഫണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും എന്നാൽ പറയുന്ന കാര്യം ചെയ്യുകയും ചെയ്യും. പറയുന്ന കാര്യം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ധൻരാജിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെടുത്തി കണ്ണൂരിൽ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങളാകട്ടെ, ഇങ്ങനത്തെയൊക്കെ അതിന് സമാനമായോ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിൽ നിന്നിട്ട് ഇവിടെ തിരുവനന്തപുരം വഞ്ചിയൂരിലെ വിഷ്ണുവിൻ്റെ വധവുമായി ബന്ധപ്പെടുത്തി, കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ഇന്നിപ്പോൾ വി ജോയിയുടെയും ആ സംഘത്തിൻ്റെയും ഒക്കെ ശിവൻകുട്ടിയുടെയൊക്കെ ബൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 10 ലക്ഷം രൂപ പിരിച്ചെന്നും 5 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തെന്നും ബാക്കി 5 ലക്ഷം രൂപ ഞങ്ങൾ കേസ് പറഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് അങ്ങനെയല്ല, ആ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ നേതാക്കൾ മുക്കിയതാണെന്നുള്ള ആരോപണവുമായി വിഷ്ണുവിൻ്റെ ചേട്ടൻ പുറത്തു വരുന്നു. അദ്ദേഹം 50 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ഞാനിതാ പാർട്ടി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഈ ഗ്യാപ്പ് നോക്കി കോൺഗ്രസും BJP ഒക്കെ വളരെ ശക്തമായി രംഗത്തുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനിടയിൽ KK രാഗേഷും MV ജയരാജനും പത്രങ്ങളിൽ വന്ന് പറഞ്ഞ കാര്യം ഉണ്ടയില്ലാതെ ഇട്ട വെടിയും, അതുപോലെ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയുന്നതുമല്ല. അങ്ങനെ വിഴുങ്ങുകയുമില്ലാരും. കാരണം പാർട്ടി സഖാക്കളുടെ ഇടയിൽ നിന്ന് പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ സഖാക്കളോട് മാത്രം പറഞ്ഞാൽ മതി. പബ്ലിക്കിൽ നിന്ന് പൈസ പിരിക്കുമ്പോൾ അതൊരു വിവാദമാകുമ്പോൾ, വിവാദമായില്ലേ കുഴപ്പമില്ല. എത്രയോ പാർട്ടി എത്രയോ തവണ പൈസ പിരിക്കുന്നു, എത്രയോ കോടി രൂപ പിരിക്കുന്നു, ഒരു കാര്യമില്ല. പക്ഷേ വിവാദമായി തർക്കമായ അതിൻ്റെ അകത്തുള്ള ഒരു ജനറൽ കണക്കെങ്കിലും, അല്ല ഓരോരുത്തരും ഗോപാലൻ തന്നു, ദാമോദരൻ തന്നു, 5 രൂപ 10 രൂപ 20 രൂപ എന്ന് പറഞ്ഞ് ഗോമതി അമ്മ തന്നു, അങ്ങനെ ഒരു കണക്കെടുക്കാൻ പറ്റത്തില്ല. വരവ് ചിലവ് ഓരോ ബ്രാഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നോ, ഒരു ഏരിയ കമ്മിറ്റിക്കകത്തുള്ള കളിയല്ലേ ഉള്ളൂ. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നോ വന്ന വരവ് ഇത്ര, മുതലാളിമാർ തന്ന പൈസ ഇത്ര, ബാറുടമകൾ തന്ന പൈസ ഇത്ര, ക്രഷ് മുതലാളിമാർ തന്ന പൈസ ഇത്ര, ഓരോരുത്തരും തന്ന പണം ഇത്ര എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തയ്യാറാക്കി അത് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് പൊതു പണമായതുകൊണ്ടാണ്. കാരണം പ്രത്യേകിച്ച് CPM ആണല്ലോ ഇലക്ട്രൽ ബോണ്ട് കേസിൽ കോടതിയിൽ പോയി, സുപ്രീം കോടതി ആദ്യമായിട്ട് പോയത് CPM ആണ്. CPM പോയി ഒരു കേസും സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധിയും വാങ്ങി. അതിനോടുകൂടി BJPയും കോൺഗ്രസും CPM ഓരോ പാർട്ടിയും വിവിധ കമ്പനികളിൽ നിന്ന്, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് വാങ്ങാൻ പറ്റി എന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് അറിയാൻ കഴിഞ്ഞു. അത് വലിയ വിവാദമൊക്കെ ആയതാണ്. BJPക്കാണ് ഏറ്റവും പണം കിട്ടിയതെന്നും അത് കോടാനുകോടി രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം. ഇലക്ട്രൽ ബോണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ അത് വലിയ വിവാദമാക്കി ഇന്ത്യയിൽ. CPM ആണ് പക്ഷേ ആ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്ത CPM യാതൊരു സുതാര്യതയുമില്ലാതെ ഇത് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ CPM-ന് കുഴപ്പമൊന്നുമില്ല, ഈ ഉള്ള നേതാക്കളൊക്കെ കാണും. പക്ഷേ ഇത് ജനങ്ങൾ കൂടെ കാണില്ല, അണികൾ കൂടെ കാണത്തില്ല എന്നുള്ള കാര്യം CPM മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയായിരുന്ന, ലോകസഭയിലൊക്കെ AKGയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നൊരു പാർട്ടി ഇന്നിങ്ങനെ ചുരുണ്ട് ബംഗാളിലുമില്ല, ത്രിപുരയിലുമില്ല, കേരള കോൺഗ്രസിനെയും പല നൂറുകണക്കിന് പാർട്ടികളെയൊക്കെ കൂടെ പിടിച്ചു വച്ചിരിക്കുന്ന CPI അടക്കമുള്ള എല്ലാ പാർട്ടികളെയും കൂട്ടിയപ്പിരിക്കുന്ന ഒരു ചെറിയ മുന്നണിയായി ഈ കടലോര തീരത്ത്, ഈ അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു കുഞ്ഞു പാർട്ടിയായി ഇത് മാറിയെങ്കിൽ ഈ കാലഘട്ടത്ത് പുതിയ കോർപ്പറേറ്റ് യുഗത്തിൽ ഒരുപാട് ലോകത്തും ഇന്ത്യയിലുമൊക്കെ ഒരുപാട് അസംതൃപ്തിയും അസഹിഷ്ണുതയും ഒക്കെ നടക്കുന്ന പുതിയ കാലത്തും നിങ്ങളൊരു ചെറിയ കടലോര പാർട്ടിയായി മാറിയെങ്കിൽ അതിൻ്റെ കാരണം ഇതുപോലത്തുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ അടിയന്തരമായി പുറത്തുവിടണം. ധൻരാജുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തുവിടണം. അതുപോലെ തന്നെ നമ്മുടെ അഭിമന്യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രക്തസാക്ഷി അഭിമന്യുമായി ബന്ധപ്പെടുത്തിയും പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ഇതാരെ ബന്ധപ്പെടുത്തി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലും പബ്ലിക്കിൽ നിന്ന് പിരിച്ച പണം, അല്ലെങ്കിൽ വേണ്ട പാർട്ടിയിൽ നിന്ന് പിരിച്ചത് നിങ്ങൾ പാർട്ടി അംഗങ്ങളിൽ നിന്ന് കിട്ടിയതെന്നുള്ള ഒറ്റ ഹെഡിൽ കാണിക്കുകയും ബാക്കി തുക ആരിൽ നിന്നൊക്കെ ലഭിച്ചു എന്നുള്ളതും എന്തിനൊക്കെ ചിലവാക്കി എന്നുള്ളതും നിങ്ങൾ പറയാൻ വലിയ ബാധ്യതയുണ്ട്. കാരണം ഇനിയും ജനങ്ങളാണ് നിങ്ങൾക്ക് പണം തരേണ്ടത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പുതിയൊരു സംസ്കാരം കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് വി ജോയി തന്നെ മുൻകൈയെടുത്ത് വിഷ്ണു വധക്കേസിൽ എത്ര രൂപ കളക്ട് ചെയ്തു, ആരൊക്കെ തന്നു, എന്തൊക്കെ ചിലവാക്കി എന്നുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് പുറത്തിറക്കുന്നത് വളരെ മനോഹരമായിരിക്കും, സുതാര്യമായിരിക്കും.